നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 21ാമത്തെ നക്ഷത്രമായിട്ടുള്ള പൂരാടം നക്ഷത്രത്തെക്കുറിച്ചാണ്. നമ്മൾ മൂലം പഠിച്ചു. മൂലം കഴിഞ്ഞു കഴിഞ്ഞാൽ ധനുരാശിയിൽ പൂർണ്ണമായും കിട്ടുന്ന നക്ഷത്രമാണ് പൂരാടം. ശുക്രൻ്റെ നക്ഷത്രമാണ്. ശുക്രൻ്റെ കീഴിൽ വരുന്ന ഭരണി, പൂരം, പിന്നെ അത് കഴിഞ്ഞ് വരുന്ന നക്ഷത്രമാണ് പൂരാടം എന്ന് പറയുന്നത്. ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് അപ്പ് അഥവാ ജലം അല്ലെങ്കിൽ വരുണനാണ് എന്നാണ്. അജയ്യമായത് എന്ന അർത്ഥത്തിൽ വരുന്ന ഈ നക്ഷത്രം വിശ്വാസത്തിൻ്റെയും ഉയർന്ന ലക്ഷ്യബോധത്തിൻ്റെയും പ്രതീകമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ നക്ഷത്രത്തിൻ്റെ ഭോജ്യവസ്തു എന്താണെന്ന് നോക്കാം. പൂരാടം നക്ഷത്രത്തിൻ്റെ ഭോജ്യവസ്തു തൈരും. ദേവത ഞാൻ പറഞ്ഞ പോലെ തന്നെ അപസാണ്, ജലമാണ്. ജലമാണ് അത്, അല്ലെങ്കിൽ ചില ഗ്രന്ഥങ്ങളിൽ ജലദേവതയായിട്ടുള്ള വരുണൻ ആണ്. അതുപോലെ തന്നെ കുരങ്ങാണ് മൃഗം, കോഴിയാണ് പക്ഷി, മാനുഷ്യ ഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. പുരുഷ നക്ഷത്രവും കൂടിയാണ് പൂരാടം എന്നുള്ളത്. അതുപോലെ തന്നെ പൂരാടം നക്ഷത്രത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കൊടിയിലാണ്. പൂരാട നക്ഷത്രത്തെ ഒരു വിഷയം ചിന്ത വരുമ്പം കൊടിയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള സ്ഥാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പൂരാടം നക്ഷത്രം ദക്ഷിണാചാരിയാണ്, ശയ്യാകാരമാണ്, അതേപോലെ തന്നെ അധോമുഖവുമാണ്. ഈ പ്രശ്നത്തിലൊക്കെ ചിന്തിക്കുമ്പം മുഹൂർത്തത്തിലും ചിന്തിക്കും അത്ര നല്ല നക്ഷത്രമല്ല. അതുപോലെ തന്നെ അത്ര സ്വാത്വിക നക്ഷത്രമല്ല പൂരാടം. ക്രൂര ഉഗ്ര സ്വരൂപമായിട്ടുള്ള നക്ഷത്രക്കാരാണ്. അവരുടെ ഒരു സ്വരൂപം തന്നെ കുറച്ച് ക്രൂരവും ഉഗ്രവുമായിരിക്കും എന്നുള്ളതാണ്. ആരെയും വകവെക്കാത്ത ഒരു ഇരുണ്ട നേച്ചർ അവർക്കുള്ളത് കൊണ്ട് തന്നെ അവർ ഒരു കാര്യം അങ്ങ് തീരുമാനിച്ച്, ഇപ്പോൾ ഒരു വിദ്യാഭ്യാസമുണ്ട്, എനിക്കിത് ജോലിക്ക് പോകണം എന്ന് അവർ ആഗ്രഹിച്ചാൽ അവർ ജോലിക്ക് പോകും. വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ജോലിക്ക് പോകണ്ട, ഞാനിവിടെ അങ്ങ് കൂടിക്കോളാം എന്ന് വിചാരിച്ചാൽ അങ്ങനെയും ചെയ്ത് കളയും. ബാക്കിയുള്ളവരെല്ലാം പറയുക ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ അവർ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ പോകും. പോകണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ജോലിക്ക് പോകാൻ പറഞ്ഞാൽ അവർ പോകത്തില്ല. അതായത് ആ തീരുമാനം എടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത ഒരു രീതി. അതുകൊണ്ട് ഇവരെ കരിമ്പൂരാടം എന്ന് വിളിക്കും കേട്ടോ. അപ്പം അതുപോലെ തന്നെ ശുഭാശുഭാദികളിൽ സാധാരണമാണ്. അതേപോലെ പഞ്ചഭൂതങ്ങളിലെ വായുവാണ്. നല്ല സംഖ്യ, ഇവരുടെ ലക്കി നമ്പർ എന്ന് പറയുന്നത് 2ഉം 24 നാഴിക മുതൽ 28 നാഴിക വരെയും വിഷവും. ഉഷ്ണശിഖ വരുന്നത് 1 നാഴിക മുതൽ 8 നാഴിക വരെയും. അമൃതകടി എന്ന് പറയുന്നത് 48 നാഴിക മുതൽ 52 നാഴിക വരെയുമാണ്. ഈ 48 നാഴിക മുതൽ 52 നാഴിക വരെ ഉള്ള സമയത്ത് പൂരാടം നക്ഷത്രത്തിൽ ലഗ്നം വീണിട്ട് അമൃതകടിയിൽ നിൽക്കുകയും ശുക്രൻ 4ാം ഭാവത്തിൽ ഉച്ചനാവുകയും ചെയ്ത 1-2 പേരെ എനിക്കറിയാം. ഹൈലി മെറ്റീരിയൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ആ അമൃതകടി എന്ന് പറയുന്ന ആ ഭാഗം, അവരുടെ ജാതകത്തിൽ പല ദോഷങ്ങളുണ്ടെങ്കിലും അത് എൻ്റെ ഒബ്സർവേഷനിൽ അത് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. അവരുടെ ആ പല വിഷയങ്ങളും അഷ്ടമത്തിലൊക്കെ ചൊവ്വ നീചനും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് പോലും അവർ 5ാം ഭാവമാണ്, സന്താനവും ഒക്കെ ആയിട്ട് ആ അമൃതകടി, ആ ലഗ്നം സർവ്വവിഷയം ചിന്തയിൽ നിന്നുള്ളതിൻ്റെ ആ ഫലം ആ നക്ഷത്രത്തിൽ ആ ലഗ്നം വീഴുകയും അമൃതകടി ഭാഗമാവുകയും നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചനാവുകയും ചെയ്തപ്പം വല്ലാത്ത ഐശ്വര്യങ്ങളുണ്ടാവുകയും അവരുടെ ശുക്രദശയിൽ അയാൾ ഒന്നുമില്ലാതെ ഇരുന്ന അവസ്ഥയിൽ നിന്നും ആ ശുക്രദശ തീർന്നപ്പോഴേക്കും കോടീശ്വരനാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം അത് ശുക്രൻ അനുഗ്രഹിച്ചു കൊടുത്തത് അത് അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കൺസൾട്ടേഷന് വന്ന ഒരാളായതുകൊണ്ടാണ്. പുള്ളി ഇത് തന്നിട്ട് പുള്ളി അത്യാവശ്യം ജ്യോതിഷവും സ്പിരിച്വാലിറ്റിയും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഈ അടുത്ത സമയത്ത് വന്നതാണ്. അങ്ങനെ പലരെയും അറിയാം എനിക്കും. അപ്പം ഇത് അഭൗമമായ രീതിയിൽ ധനമുണ്ടായ ഒരാൾ. അപ്പം അദ്ദേഹം സംസാരിക്കുകയും
എന്നിട്ട് ജിനേഷ് ജിക്ക് ഇതൊരു പഠനമായിരിക്കും എൻ്റെ ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വിളിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇതൊരു പഠനമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഹൊറോസ്കോപ്പ് എനിക്ക് തന്നത്. അദ്ദേഹം ജ്യോതിഷവും അത്യാവശ്യം സാധനയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ്സുകാരനുമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിലെ അമൃതഘടി എന്ന് പറയുന്ന ഭാഗം വിട്ടുകളയരുത് എന്നുള്ളത് ജ്യോതിഷ വിദ്യാർത്ഥികളോട് ഒന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കിനിയും പൂരാടം നക്ഷത്രത്തിൻ്റെ ഗുണഫലത്തിലേക്ക് കടക്കാം. സൗഹൃദവും നേതൃത്വ പാഠവും. സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു നേതൃത്വ പാഠവും ഉണ്ടാവും. സൗഹൃദങ്ങൾ കൂട്ടുകയും ആരെയും ആകർഷിക്കുന്ന ഒരു സംഭാഷണ ശൈലിയും ഒരു രീതിയും ഇവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു ശുഭാപ്തി വിശ്വാസവും ഊർജ്ജസ്വലതയും, എന്തിനേയും ഒരു പോസിറ്റീവ് മനോഭാവത്തോടുകൂടി സമീപിക്കുകയും ഉയർന്ന ഊർജ്ജസ്വലതയും ജിജ്ഞാസയും ഇവരെപ്പോഴും സജീവമായി നിലനിർത്തും. അതുപോലെ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു സംഭാഷണ ശൈലിയും വിനയവും ഇവരുടെ ഒരു പ്രത്യേകതയായതിനാൽ സൗഹൃദവും നേതൃത്വപാഠവും ശുഭാപ്തി വിശ്വാസവും ഊർജ്ജസ്വലതയും എല്ലാം പൂരാടം നക്ഷത്രക്കാരുടെ ഒരു മെയിൻ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിൽ ഒന്നാണ്. അതുപോലെ തന്നെ ബുദ്ധിയും വിവേകവും, കാര്യങ്ങളെ യുക്തിപരമായി സമീപിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് എന്നുള്ളത് അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രകൃതക്കാരാണ് പൂരാടം നക്ഷത്രക്കാർ എന്നുള്ളത് പൂരാട നക്ഷത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യബോധം ഉള്ളവരായിരിക്കും എന്നുള്ളതാണ്. എത്ര കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലും ക്ഷമയോടെ കാത്തിരിക്കാനും സാഹസങ്ങൾ ഏറ്റെടുക്കാനും ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് തനിക്ക് മുന്നിലേക്ക് വരാൻ കഴിയുമെന്നും താൻ ആഗ്രഹിച്ചത് നേടിയെടുക്കാം എന്നുമുള്ള ഇവരുടെ ക്ഷമാശീലവും ലക്ഷ്യബോധവും അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസവും ഗംഭീരമാണ്. ഈ സൗഹൃദവും നേതൃത്വപാഠവും ശുഭാപ്തി വിശ്വാസവും ഊർജ്ജസ്വലതയും ക്ഷമാശീലവും ലക്ഷ്യബോധവും ബുദ്ധിയും വിവേകവും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളും ഇവരുടെ ക്വാളിറ്റിയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് പൂരാടം നക്ഷത്രം വാസ്തവത്തിൽ കേട്ടോ. ആ നക്ഷത്ര നേച്ചർ എന്ന് പറയുന്നത് തന്നെ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ്. ഞാൻ പൂരാട നക്ഷത്രത്തെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നീ അത് കണ്ടിട്ട് ഇത് കാണുക, അല്ലെങ്കിൽ ഇത് കണ്ട ശേഷം അത് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ഏകദേശം പൂരാടക്കാരുടെ ഒരു 50 പേരുടെ ഹൊറോസ്കോപ്പിൽ കുറേ നല്ല ക്വാളിറ്റികൾ എടുത്തിട്ട് ചെയ്തൊരു വീഡിയോ. അത് ഒരു സ്ഥിരമായി കാണുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ സ്ഥിരമായി കാണുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്ത, അത് ഉത്തരാഖണ്ഡിൽ വെച്ച് ചെയ്തത് കൊണ്ടും ആയതുകൊണ്ട് ദേവഭൂമിയല്ലേ അത്. അപ്പം അതിനൊരു ആ വീഡിയോയ്ക്കൊരു വൈബുണ്ട്. അപ്പോൾ അത് കുറച്ച് പഴയതാണ്, എന്നാലും നിങ്ങളത് കണ്ടു നോക്കുക. അതിൽ പറഞ്ഞ കാര്യങ്ങളും അതിൽ പറയാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. കാരണം അത് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരുപാട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ജീവിതം മുന്നോട്ട് പോകല്ലേ, പഠനങ്ങളും അറിവിലൂടെ. അപ്പോൾ കിട്ടിയ പുതിയ കുറേ അറിവുകളും കൂടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം കലാപരമായിട്ടുള്ള കഴിവുകൾ, എഴുത്ത്, കവിത, സംഗീതം തുടങ്ങിയിട്ടുള്ള കലാപരമായ മേഖലകളിൽ ഇവർ ശോഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് നല്ല ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഇനി മോശം സ്വഭാവം പറയാം. കാരണം നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ മോശം പറയണമെന്നാണല്ലോ. എല്ലാം തികഞ്ഞവരായി ഭൂമിയിൽ ആരുമില്ല എന്നുള്ളത് കൊണ്ടും നമ്മൾ ഭൂമിയിൽ ജനിച്ചത് തന്നെ ഭാരതീയ ധർമ്മ സിദ്ധാന്തങ്ങളനുസരിച്ച് പൂർണ്ണതയിലേക്ക് എത്താനുള്ള ഒരു യാത്രയായിട്ടാണ് ജീവിതത്തെ കാണുന്നത്. അപ്പം അല്പമായിട്ടുള്ള അറിവിൽ നിന്നും അനൽപമായിട്ടുള്ള ഒരറിവിലേക്ക്, അല്പമായിട്ടുള്ളതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അനൽപമായിട്ടുള്ള ഉണ്ടാവുമല്ലോ, അതൊരു ലോജിക്കല്ലേ, അറിവിലേക്കുള്ള സെൽഫ് റിയലൈസേഷനിലേക്കുള്ള അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു ബോധത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക്, ഒരു റിയലൈസേഷനിലേക്കുള്ള ഒരു യാത്രയാണ് മനുഷ്യൻ്റെ ജീവിതം. ഒരു യാത്രയാണ്, ഒരു ഒഴുക്കാണ്. അപ്പം അവിടെ എല്ലാം തികഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒഴുക്കിൻ്റെ ആവശ്യമില്ല. തികയാത്തവരാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മളെല്ലാം ഓരോ പല തലത്തിലും പല അവസ്ഥകളിലൂടെയാണെങ്കിലും മുന്നോട്ട് ഒരേപോലെ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ഉറപ്പായിട്ടും സോളിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, കർമ്മത്തിൻ്റെ നിലവാരമനുസരിച്ച് ഓരോ വ്യക്തിയുടെയും പ്രവൃത്തിയുടെ ഈ ജന്മത്തിൽ കിട്ടിയ ഈ അവസരത്തിന് നന്നായിട്ട് ഉപയോഗിക്കാതിരുന്നതിനും അനുസരിച്ച് പലതരത്തിലുള്ള നല്ലതും മോശവുമായിട്ടുള്ള ഡെപ്റ്റുകളുണ്ടാകും. അതിനെ സുഹൃതങ്ങളെന്നും ദുഷ്കൃതങ്ങളെന്നും ഒക്കെയാണ് പറയണത്. അപ്പം അതിനനുസരിച്ച്
നല്ല സ്വഭാവങ്ങൾ അവർക്കുണ്ടാവും. ആ നല്ല സ്വഭാവങ്ങളാണ് ഈ പറഞ്ഞത് കുറേ, അതൊക്കെ ഉണ്ടാവാം. ഈ ദോഷഫലങ്ങളും പറയാം. ചില വീഡിയോസിൽ ദോഷഫലങ്ങൾ പറയുമ്പം നല്ല സ്വഭാവങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ട്, സ്വഭാവങ്ങൾ ഞങ്ങൾക്കില്ല, അത് പറഞ്ഞത് തെറ്റാന്ന് പറയുന്ന രീതിയിലുണ്ട്. ചില ആൾക്കാർക്ക് ഈ മോശം കാര്യം പറയുന്നത് വല്ലാത്തൊരു നെഗറ്റിവിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. എനിക്ക് നിങ്ങളോട് ഒരു ബന്ധവുമില്ല, നമ്മൾ തമ്മിൽ ഇനിയും നേരിട്ട് കാണുമോയെന്ന് പോലും അറിയില്ല പല ആൾക്കാരും. അപ്പം ഇത് ഒരു തിരിച്ചറിവിനായിട്ട് ഉപയോഗിക്കുക ഈ വീഡിയോസ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി അല്ല ഒരു നക്ഷത്രത്തെ നമ്മൾ പഠിക്കുമ്പം 2 കാറ്റഗറി എന്തായാലും വരണം. ഒരു കോയിൻ്റെ ഇരുവശങ്ങൾ വരണം. അപ്പം നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അതിനകത്ത് എടുക്കും, അല്ലേ? എടുക്കണ്ടേ? അപ്പോൾ അവിടെ മോശം കാര്യം വരുമ്പം അതൊന്നും എൻ്റെ അല്ല, ഇത് ഫുള്ള് നെഗറ്റിവിറ്റിയാണെന്ന് പറയുന്നത് ഇമ്മെച്യൂരിറ്റിയാണ്. അത് കേട്ടുകൊള്ളുക, കേട്ടുകൊണ്ടിട്ട് ഒന്ന് സ്വയം വിശകലനം ചെയ്യുക. വിശകലനം ചെയ്തിട്ട് ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ, ആ കുഴപ്പങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റിയെ നന്നായി പോഷിപ്പിക്കുകയും മോശം ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിനെ പോഷിപ്പിക്കാതെ അതെനിക്കുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ മാറ്റാൻ സ്വയം ശ്രമിക്കുകയും ചെയ്യുന്നതാണ് തപസ്. വിൽ പവറാണത്. അത് സ്വയം അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് അക്സെപ്റ്റൻസ്. തനിക്കൊരു രോഗമുണ്ട് എന്ന് ഒരു രോഗി അക്സെപ്റ്റ് ചെയ്യുന്നിടത്തെ ചികിത്സ വിജയിക്കും എന്ന് പറയും. അതുപോലെയാണ് തനിക്കൊരു കുഴപ്പമുണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം, അനിഴം, കേട്ട എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ, ആ ഒരു കാലപുരുഷൻ്റെ 8, 9, 10 ഇങ്ങോട്ട് വരുന്ന നക്ഷത്രങ്ങൾക്ക് പൊതുവെ ഒരു അക്സെപ്റ്റൻസ് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താണ് അതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ വിശദമായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓരോ പ്രായം കഴിയുമ്പം ഓരോ അന്വേഷണങ്ങൾ നമ്മളെ പുതിയ പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. അപ്പം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്, വൃശ്ചികൻ രാശിയുടെ അടുത്തേക്ക് അടുക്കുമ്പം ഉള്ള നക്ഷത്രങ്ങൾക്ക് പലപ്പോഴും വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ഈ നക്ഷത്രക്കാർക്കൊക്കെ പൊതുവേ ഒരു ദേഷ്യ സ്വഭാവവും ഒരു ആർഗ്യുമെൻറ്റേറ്റീവ് നേച്ചറും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വിശാഖത്തിൻ്റെ വീഡിയോസിൽ, പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കൂ, അതിൻ്റെ കമൻസ് നോക്കൂ, താഴെ ഈ പ്രാവശ്യം വന്ന വിശാഖത്തിൻ്റെ കമൻസ് നോക്കൂ. അപ്പോൾ അത് ഞാൻ തമാശ പറയുന്നതല്ല, അതെൻ്റെ ഒരു ഒബ്സർവേഷനിൽ വരുന്നതാണ്. ആ ഒരു വൃശ്ചികൻ രാശി മുതൽ ഇങ്ങോട്ട് വരുന്ന ഒരു 3-4 രാശിയുടെ ഒരു നേച്ചർ സംതിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വരുന്ന നക്ഷത്രങ്ങൾക്കും ആ ഒരു ഡിഫറെൻറ്റ് നേച്ചറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ദോഷപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ജീവിതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, സംസാരം ശത്രുവാകാം. ഇവർ നന്നായി സംസാരിക്കുകയും മറ്റുള്ളവരുമായിട്ട് ഇടപെടുകയും ചെയ്യുന്നത് പോലെ തന്നെ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് സംസാരം അതിരുവിട്ട് ശത്രുക്കളെ സൃഷ്ടിക്കുന്നത് ഒരു മോശം സ്വഭാവമായിട്ട് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തത്, ദുർവാശിയും അഹംഭാവവുമാണ്. ആരുടെയും മുന്നിൽ തലകുനിക്കാത്ത ശക്തമായിട്ടുള്ള ദുർവാശിയും അഹംഭാവവും പ്രകടമാകുന്ന ഒരു രീതി. ജലമല്ല ഇതിൻ്റെ ദേവത. അപ്പോൾ ഇതിനെ അങ്ങോട്ട് കംപ്രസ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. പരിധി കൂടുതൽ ഫ്രീസ് ചെയ്ത് വെക്കാം, പിന്നെയും കംപ്രസ് ചെയ്ത് വെക്കാം, ഞെരുക്കി പിടിച്ച് വെക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ആ ദുർവാശി പൊട്ടിത്തെറിക്കും. ദുർവാശി അഹംഭാവവും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. പലപ്പോഴും എടുത്തിയടി വൻ വീഴ്ചകൾ, സാമ്പത്തികമായിട്ട് നമുക്ക് വൻ വീഴ്ചകൾ ഉണ്ടായിട്ട് കുടുംബ ബന്ധങ്ങൾ, റിലേഷൻഷിപ്പിൽ ഹ്യൂജ് പണികൾ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പൂരാട നക്ഷത്രത്തിൽപ്പെട്ട പലരെയും പണ്ട് മുതലേ അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്നത്, അടുത്തറിയാവുന്ന പലരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആ ദുർവാശിയും അഹംഭാവവുമാണ് പലപ്പോഴും അവരിൽ നിന്നൊക്കെ ഞാൻ മാറി നിൽക്കാൻ ശ്രമിച്ചതും എന്നുള്ളതും അനുഭവമാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്താലും, നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് പറഞ്ഞു കൊടുത്താലും ലാസ്റ്റ് അത് കേൾക്കാതെ മുന്നോട്ട് ചാടുമ്പോൾ ഇവരുടെയൊക്കെ ദുഃഖവും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ലാസ്റ്റ് നമ്മൾ ഏൽക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഒരു കാരണവുമില്ലാതെ ഏൽക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്ന ദുർവാശിയും അഹംഭാവ സ്വഭാവവും ഉള്ള പലരെയും ആ ജീവിതത്തിൽ ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വൻ വീഴ്ചകൾക്ക് ഹ്യൂജ് എമൗണ്ടൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞ് കാശും കളഞ്ഞ്
നശിപ്പിച്ച് ജീവിതം താറുമാറായി പോകുന്ന അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അതൊരു നിയോഗമായിരിക്കാം. അപ്പോൾ അവരുടെ വിധിയാണത്. അത് ഞാൻ അവരുടെ മാത്രമല്ല, ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഉണ്ടാകുന്നൊരു ക്ലേശം ഈ പൂരാട നക്ഷത്രത്തിൻ്റെ ഒരു വലിയ വിഷയമാണ്. ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാവുകയും ഒരു മധ്യകാലത്തിന് ശേഷം, പകുതിക്ക് ശേഷം സക്സസ്ഫുൾ ആവുകയും ഐശ്വര്യവും ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, നാഡീ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ദഹനക്കുറവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വാഹന ഉപയോഗത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു നക്ഷത്രമാണ്. അതുപോലെ വിവാഹ തടസ്സങ്ങൾ, ചിലർക്ക് വിവാഹത്തിന് കാലതാമസം നേരിടുകയോ പങ്കാളിയുമായി അകന്ന് കഴിയേണ്ടി വരികയോ പങ്കാളികൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ഡിവോഴ്സ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കടുത്ത ട്രോമ, റിലേഷൻഷിപ്പ് പരാജയത്തിൽ നിന്നുമുണ്ടാവുന്ന വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഒരു ഇരുണ്ട കാലം ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഈ പൂരാടം നക്ഷത്രത്തിൻ്റെ കർമ്മബന്ധം പ്രധാനമായിട്ടും ജന്മപാദങ്ങളെയും ദശാകാലങ്ങളെയും ആസ്പദമാക്കിയിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. പല നക്ഷത്രങ്ങൾക്കും പാദദോഷമുണ്ട്. പൂരാടത്തിന് മാത്രമല്ല, ആയില്യം, അത്തം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, അങ്ങനെ പല നക്ഷത്രങ്ങൾക്കും ഉണ്ട് കേട്ടോ. ഈ മിക്ക നക്ഷത്രങ്ങൾക്കും ഉണ്ട്. ഞാൻ പാദദോഷങ്ങൾ 27 നക്ഷത്രങ്ങളുടെയും പാദദോഷങ്ങളായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പം അതിന് എന്തൊക്കെയാണ് വിഷയം എന്നുള്ളതും ഞാൻ പറയാം. ഇവിടെ ചിലയിടത്ത് പറയുന്നുണ്ട് ഈ പൂരാട നക്ഷത്രത്തിൽ ജനിക്കുകയും അതേപോലെ ചന്ദ്രനും 4-ാം ഭാവാധിപനും ബലക്ഷയം വരികയും ചെയ്താൽ അമ്മയ്ക്കും, പൂരാടം നക്ഷത്രത്തിൽ 2-ാം പാദത്തിൽ, ആദ്യ പാദത്തിൽ അമ്മയ്ക്കും 2-ാം പാദത്തിൽ അച്ഛനും, രവി 6-8-12 പോകും, 9-ാം ഭാവാധിപൻ 6-8-12 പോവുകയും രവി പൂരാടം നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൽ ജനിക്കുക ആണെങ്കിൽ, അല്ലെങ്കിൽ ലഗ്നം അവിടെ നിൽക്കുകയാണെങ്കിൽ അച്ഛന് ദോഷകരമായിട്ടും, ഈ പൂയം നക്ഷത്രത്തിൻ്റെ 3-ാം പാദം പോലെ തന്നെ, പൂയം നക്ഷത്രത്തിൻ്റെ 3-ാം പാദമാണെന്ന് തോന്നുന്നു, അതുപോലെ തന്നെ പൂരാടം നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൽ 4-ാം ഭാവാധിപനും ഒക്കെ മോശമായാൽ അമ്മാവനും, അതേപോലെ 4-ാം പാദത്തിൽ ജനിച്ചാൽ ജനിക്കുന്ന കുട്ടിക്കും, അതായത് പൂരാട നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ ജനിക്കുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടിക്കും ദോഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും അത് അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഒരുപാട് പുരാടക്കാരുടെ ഹൊറോസ്കോപ്പുകൾ കണ്ടിട്ടുണ്ട് ഞാൻ. എത്രയോ വർഷമായിട്ട് ഞാൻ കൺസൾട്ടേഷൻ എടുക്കുന്നതാണ്. അപ്പം 27 നക്ഷത്രത്തിൽ പെടുന്നവരായിരിക്കില്ല ഈ വരുന്നതല്ല. അപ്പം ഞാനിത് പലപ്പോഴും പല നക്ഷത്രങ്ങളുടെയും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് അത് സേവ് ചെയ്ത് വെക്കുന്നത്, അപ്പോൾ എൻ്റെ ഒരു കേസ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. അപ്പം മിക്കപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇത് ഗ്രന്ഥങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ വെറുതെ അത് വരില്ല. അമ്മയ്ക്ക് ദോഷം വരണമെങ്കിൽ 4-ാം ഭാവത്തിനും ചന്ദ്രനും, 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, ചന്ദ്രൻ, 4-ാം ഭാവാധിപൻ, ഇതിനൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ വരൂ. അതുപോലെ തന്നെ ബാക്കിയുള്ള വിഷയങ്ങളും കൂടെ നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക. ഇതിൻ്റെ കർമ്മഫലം എന്ന് പറയുന്നത്, പൂരാടം നക്ഷത്രം ജലമാണല്ലോ, വരുണനാണ്, ധനത്തിൻ്റെ അതിദേവതയും കൂടിയാണ്. അപ്പം ഭൗതിക സുഖങ്ങളിൽ ഇവർ വല്ലാണ്ട് ആഗ്രഹിക്കുകയും ഭൗതിക സുഖങ്ങളിൽ വല്ലാണ്ട് മുഴുകുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അവർക്ക് ഇഷ്ടമാണ് എന്നുള്ളതാണ്. ആധ്യാത്മികതയിലേക്ക് വരുന്നതിനേക്കാളിലുപരി ജീവിതത്തിൻ്റെ ആദ്യകാലം 35 വയസ്സിന് മുമ്പ് വരെ ഇവർക്ക് ഭൗതിക സുഖങ്ങളോട് അസാമാന്യമായ ഒരു താല്പര്യം ഉണ്ടാകും. അപ്പം ഇവരുടെ ഒരു കഠിനാധ്വാനത്തിന് തക്കതായിട്ടുള്ളൊരു പ്രതിഫലം ലഭിക്കാതെ വരുമ്പം വല്ലാണ്ട് ഡെസ്പാവുകയും ചെയ്യും. ഇതിനെ ഒരു കർമ്മപരമായിട്ടുള്ളൊരു പരീക്ഷണമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ചന്ദ്രദശ, അതുപോലെ തന്നെ രാഹുർദശ, അതുപോലെ തന്നെ ശനിദശ, ഇതിലൊക്കെ കടുത്ത വെല്ലുവിളികൾ ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ജാതകം കൂടെ നോക്കി വേണം, ഇതൊരു പൊതുഫലമാണേ, ജാതകം കൂടെ നോക്കി വേണം പറയാൻ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ചൊവ്വയുടെ ദശയൊന്നും ഉപദ്രവിക്കത്തില്ല എന്നല്ല, അത് നോക്കണം, ജാതകം നോക്കിയിട്ട് വേണം പറയാൻ. ഈ സമയങ്ങളെല്ലാം നക്ഷത്രം പോലെ തന്നെ കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങൾക്കുള്ള പരിഹാരങ്ങൾ
തക്കതായ പരിഹാരങ്ങൾ മഹാലക്ഷ്മി ഭജനം, അല്ലെങ്കിൽ ഗണപതി ഭജനം, അല്ലെങ്കിൽ ദശാദോഷങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഭജനങ്ങൾ ഈ കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു സംശയവും വേണ്ട. ചുരുക്കത്തിൽ ഇവരുടെ ഈ ജന്മം ഭംഗിയായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കാണും ഇവരുടെ ലൈഫിൽ. ഒന്ന് ഈ ഫാമിലിയെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഫാമിലിയെ നല്ല രീതിയിൽ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ കടന്നുപോയ ചില കാര്യങ്ങൾ, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു യോഗം നിങ്ങൾക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ചുരുക്കത്തിൽ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ശരിയായ രീതിയിൽ കൊണ്ടുപോവുകയും സ്വന്തം സംസാരം നിയന്ത്രിക്കുകയും ജീവിതത്തിൻ്റെ ആദ്യകാല വെല്ലുവിളികളെ ക്ഷമയോടെ അതിജീവിക്കുകയും കുടുംബജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രണയത്തിലോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലോ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യവും കൂടി ആണ് കേട്ടോ. ഇനി പൂരാടൻ നക്ഷത്രത്തിൽ വരാൻ സാധ്യതയുള്ള രോഗത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ധനുരാശിയിൽ 13°20' മുതൽ 26°40' വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ നക്ഷത്ര സമൂഹം 20ാം നക്ഷത്രവും നക്ഷത്രാധിപൻ ശുക്രനുമാണെന്നുള്ളത് മറന്നു പോവാതിരിക്കുക. തുടകളിലെ രോഗം അല്ലെ പേശി രോഗങ്ങൾ ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. തുടയെല്ലുകളിലെ രോഗങ്ങൾ, തുടയിലെ രക്തക്കുഴലിലുണ്ടാവുന്ന രോഗങ്ങൾ, നട്ടെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, രക്തദോഷം, തുടയിൽ നീര്, റിലേഷൻഷിപ്പ് പ്രോബ്ലം, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്ന നിമിത്തമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ആങ്സൈറ്റി, അതുപോലെ തന്നെ വാദസംബന്ധമായിട്ടുള്ള ആർത്രൈറ്റീസും, അതേപോലെ തന്നെ വെരിക്കോസ് വെയിൻ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് പൂർവാഷാഢം അഥവാ പൂരാടം നക്ഷത്രത്തിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ. അത് 6ാം ഭാവാധിപൻ കുജൻ, അതേപോലെ ലഗ്നം പൂരാട നക്ഷത്രത്തിൽ വീണാൽ, അതേപോലെ ചന്ദ്രൻ പൂരാട നക്ഷത്രത്തിൽ വീണാൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. നമുക്കിനി ഇതിനെയൊക്കെ എങ്ങനെ, ഈ എനർജിയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഗ്രോസ് ലെവലിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും യുക്തി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം, എന്ത് ചെയ്യാം. പക്ഷേ സെറ്റിൽ ലെവലിൽ ഒരു വിഷയം വന്ന് നമുക്ക് യുക്തിക്ക് അതീതമായതുകൊണ്ട്, യുക്തിക്ക് അതീതമായി പറഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ ഇതൊക്കെ പറഞ്ഞു തന്ന ഋഷിമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ക്ഷേത്രങ്ങൾ നോക്കാം. ഈ പൂർവാഷാഢ നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രൻ്റെ നക്ഷത്രമായതുകൊണ്ടും, അതുപോലെ തന്നെ ബ്രഹ്മദേവനുമായിട്ട് കുറേ അടുപ്പമുള്ളതും വരുണനുമായിട്ട് അടുപ്പമുള്ളതുമായതുകൊണ്ട് തന്നെ ജഗത്പിതാ ബ്രഹ്മക്ഷേത്രം രാജസ്ഥാനുള്ളത്. അതുപോലെ തന്നെ വരുണസ്തുതി ജപിച്ചുകൊണ്ട് വൈകുന്നേരം സമുദ്രത്തെ ആശ്രയിക്കുന്നതും, സമുദ്രദേവനായിരിക്കുന്ന വരുണനെ ആശ്രയിക്കുന്നത് കർമ്മദോഷം തീരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൂർവാഷാഢ നക്ഷത്രത്തിൻ്റെ ഒരു പ്രധാന പരിഹാരമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് തമിഴ്നാട്ടിലുള്ള നക്ഷത്ര ക്ഷേത്രമാണ്. അതുകൂടെ നോക്കാം. ഒന്നാമത് ശ്രീ ആകാശപുരേശ്വര ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലാണ് അതുള്ളത്. നിങ്ങൾക്ക് നെറ്റിലടിച്ചു കൊടുത്തേണ്ടത് കിട്ടും. അതുപോലെ തന്നെ ശ്രീ ശംഭു മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഡ്യുവൽ നക്ഷത്ര ടെമ്പിളാണ്. അതായത് ഒന്നാമത്തത് മകവും അതേപോലെ തന്നെ പൂരാടവും ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പം എന്ന് പറയുന്നത് ബ്രഹ്മദേവനുമായിട്ട് ബന്ധപ്പെട്ട രാജസ്ഥാനിലുള്ള ക്ഷേത്രം. അതേപോലെ തന്നെ ആകാശപുരേശ്വര ക്ഷേത്രം തഞ്ചാവൂരിലുള്ളത്, തിരുവായൂരിലാണ് അതുള്ളത്. തഞ്ചാവൂർ തിരുവായൂരിൽ
അതേപോലെ തന്നെ ശ്രീ ശംഭു മഹാദേവ ക്ഷേത്രവും ആണ് പ്രധാനമായിട്ടും പുരാട നക്ഷത്രത്തിൻ്റെ ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പുരാണ നക്ഷത്രത്തെക്കുറിച്ച് പറയാൻ. കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് മോശം കാര്യങ്ങളും പറഞ്ഞു, വരാൻ സാധ്യതയുള്ള കുറച്ച് മോശം കാര്യങ്ങളും പറഞ്ഞു, അതുപോലെ കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും പറഞ്ഞു. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് സന്തോഷമായിട്ട് ഈശ്വരനെ ആശ്രയിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ശുക്രൻ്റെ അതിദേവതയായിരിക്കുന്ന മഹാലക്ഷ്മിയെയും യക്ഷിയമ്മയും, തെക്കൻ കേരളത്തിലെ ഓണാട്ടുകരയിലൊക്കെ ആരാധിക്കുന്ന യക്ഷിയമ്മയും, അതേപോലെ തന്നെ ബലമുണ്ടെങ്കിൽ മഹാലക്ഷ്മിയും, ബലമില്ലെങ്കിൽ ശുക്രന് ബലമില്ലെങ്കിൽ ക്ഷമയും, ഓജരാശിയിലോ ഓജ നക്ഷത്രങ്ങളിലോ ഒക്കെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇത് പൊതുവേ പുരാടം ഒരു പുരുഷ നക്ഷത്രവും കൂടി ആയതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാനെയും ആശ്രയിക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അന്നപൂർണേശ്വരിയൊക്കെ ആശ്രയിച്ചാൽ അന്നവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവുകയും ചെയ്യും. അത് നിങ്ങളുടെ കുടുംബജീവിതത്തിലും അതേപോലെ വ്യക്തിജീവിതത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും കുരുത്തക്കേടുകളെയും ഒക്കെ മാറ്റാനും മുന്നോട്ട് പോകാനും സർവൈശ്വര്യങ്ങൾ വരാനും കോൺഫിഡൻസ് വരാനും ഹാപ്പിനെസ് ഉണ്ടാകാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് മഹാദേവൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.